ഹായ്, AR വോയിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോകം പുതിയ സഹസ്രാബ്ദത്തെ പുൽകിയപ്പോഴും അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് ഇന്ത്യ വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്ന ആമുഖത്തോടെ രാജ്യം നേരിട്ട ഭീകരാക്രമണങ്ങൾ ലോകത്തെ കാണിച്ച ശേഷമായിരുന്നു പെഹൽഗാമിൻ്റെ തിരിച്ചടി വിശദീകരിച്ച് അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി കാണിച്ചത്. 2001 പാർലമെൻറ്റ് ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളിൽ തുടങ്ങി 2002 അക്ഷർധാം ആക്രമണത്തിൻ്റെയും 2008 മുംബൈ ആക്രമണത്തിൻ്റെയും 2016 ഉറി ആക്രമണത്തിൻ്റെയും 2019 പുൽവാമ ആക്രമണത്തിൻ്റെയും കാഴ്ചകളിലൂടെയാണ് ഏറ്റവും ഒടുവിൽ നടന്ന പെഹൽഗാം ആക്രമണത്തിലേക്ക് ഇന്ത്യ ശ്രദ്ധ ക്ഷണിച്ചത്. അതിർത്തി കടന്നുള്ള ഭീകരതയിൽ കഴിഞ്ഞ ഒരു ദശകത്തിനിടയിൽ 600 സുരക്ഷാ ഭടന്മാർക്കും 350-ലേറെ സാധാരണ പൗരന്മാർക്കും ജീവൻ നഷ്ടമാകുകയും 1400 സുരക്ഷാ ജീവനക്കാർക്കും 800 സാധാരണ പൗരന്മാർക്കും പരിക്കുകൾ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്തതിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അതിനുള്ള മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് വ്യക്തമാക്കിയാണ് വീഡിയോയുടെ ആദ്യ ഭാഗം അവസാനിപ്പിച്ച് വിദേശ സെക്രട്ടറി വാർത്താ സമ്മേളനത്തിലേക്ക് കടന്നത്. പെഹൽഗാം ഭീകരാക്രമണം 2008 മുംബൈ ആക്രമണത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് എന്ന് മിസ്രി പറഞ്ഞു. പെഹൽഗാം ആക്രമണം വേദനാജനകമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ അടുത്തു ചെന്ന് അവരുടെ കുടുംബങ്ങൾക്ക് മുന്നിൽ വെച്ചാണ് തലയിലേക്ക് നിറയൊഴിച്ചത്. ആരാണെന്ന് ചോദിച്ചറിഞ്ഞ് അവരെ പരിഭ്രാന്തരാക്കിയെന്ന് മാത്രമല്ല, മടങ്ങിപ്പോയി തങ്ങളുടെ ഈ സന്ദേശം അവിടെ എത്തിക്കൂ എന്ന ഉപദേശം കൂടി ഭീകരർ നൽകിയെന്നും ജമ്മു കശ്മീരിലും മറ്റ് സംസ്ഥാനങ്ങളിലും വർഗീയ കലാപം കൂടി സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ഈ ആക്രമണമെന്നും മിസ്രി സൂചിപ്പിച്ചു. ആക്രമണ ലക്ഷ്യങ്ങൾ നിർണയിച്ചത് എങ്ങനെയെന്ന് കേന്ദ്ര വിദേശ സെക്രട്ടറി വിക്രം മിസ്രിയും കേണൽ സോഫിയ ഖുറേഷിയും വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. ലഷ്കർ-ഇ-ത്വയ്യിബ, ജെയ്ഷെ മുഹമ്മദ് എന്നിവയുടെ ആസ്ഥാനങ്ങൾ തിരഞ്ഞെടുത്തത് ബോധപൂർവമാണ്. ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത TRF റെസിസ്റ്റൻസ് ഫ്രണ്ട് പാകിസ്ഥാനിലെ തീവ്രവാദി സംഘടന ലഷ്കർ-ഇ-ത്വയ്യിബയുമായി ബന്ധപ്പെട്ടതാണ്. 2024 മെയ്, നവംബർ മാസങ്ങളിൽ ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധ നിരീക്ഷണ സമിതിക്ക് TRFനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇന്ത്യ നൽകിയിരുന്നതാണെന്നാണ് വിക്രം മിസ്രി പറഞ്ഞത്. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള തീവ്രവാദ സംഘടനകളെ മറച്ചുപിടിക്കുന്ന ഒരു സംഘടനയാണ് TRF എന്നാണ് മനസ്സിലായത്. 2025 ഏപ്രിൽ TRFനെ കുറിച്ചുള്ള പരാമർശം നീക്കം ചെയ്യാൻ പാകിസ്ഥാൻ ശ്രമിച്ചത് ഭരണകൂടത്തിന് ഭീകരതയോടുള്ള സമ്പർക്കമായും മിസ്രി ചൂണ്ടിക്കാട്ടി. സമയ ദൗർലഭ്യത കൊണ്ട് ശേഷിക്കുന്ന ഭാഗങ്ങൾ നാം തുടർന്നു വരുന്ന പാർട്ടിൽ പറയുന്നതാണ്. ഇതിൻ്റെ ഒരുപാട് എപ്പിസോഡുകൾ നാം പറയും. ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഇതിനെ തിരിച്ചുകൊണ്ടാണ് നാം സംസാരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ആവശ്യമെങ്കിൽ മറ്റു വീഡിയോസ് ചാനലിൽ ചെന്ന് കാണാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.